ഇന്നത്തെ ഡ്രോയിങ് ഈ കുഞ്ഞു വ്ളോഗിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഞാൻ ഈ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടി നമ്മുടെ സുമയ്യ മിസ്സിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവാണ് കേട്ടോ. പേര് മഴയായിരുന്നു. മഴയൊന്നും നമുക്കൊരു കാര്യമേ അല്ലെന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ചെന്ന് നനഞ്ഞ് കുതിർന്ന് നമ്മൾ അവിടെ എത്തി. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രധാന കവാടമൊക്കെ കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഈ ഏരിയ ഫുള്ള് നമ്മുടെ പനയാണ് കേട്ടോ. അപ്പോൾ പന ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ പനയൊന്നും ശ്രദ്ധിച്ചില്ല. ഇതേ കണ്ടില്ലേ വലിയ ചിലന്തി വല. പിന്നെ അവിടെ ഒരു കാളെ കണ്ടില്ലായിരുന്നു, പണ്ട് ചക്കിലാട്ടുന്ന എണ്ണയെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് അയ്യോ തലറങ്ങുന്നേ. അങ്ങനെ നമ്മൾ നടന്ന് റിഫ്ലക്സോളജിയിൽ എത്തി കേട്ടോ. നടക്കാനായിട്ടാണ് വന്നത്, പക്ഷേ പെരുമഴ കാരണം നമ്മൾ അവിടെ കയറി നിന്ന് കേട്ടോ. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ എന്തെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി. കാരണം എൻ്റെ തലയിൽ ഹെൽമെറ്റും അവരുടെ റെയിൻ കോട്ടും ഉണ്ടായിരുന്നു. നനഞ്ഞത് മുഴുവൻ നമ്മുടെ സാറന്മാരായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ശില്പമൊക്കെ കണ്ടില്ലേ, അതായത് ഭൂമിദേവിയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ആ മരം കണ്ടില്ലേ, അത് പണ്ട് രാവണൻ സീതയെ അടിച്ചുകൊണ്ട് വന്ന് പാർപ്പിച്ചിരുന്ന ആ മരത്തിന്റെ ചോട്ടിലാണെന്നാണ് പറഞ്ഞു തന്നത് കേട്ടോ അവര്. പിന്നെ അടുത്തത് ആനത്താമരയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ നെപ്പന്തസ്. അതില് ഞാനിങ്ങനെ വിരൽ കൊണ്ട് വെച്ചു, അത് കടിക്കൂല്ലേന്ന് അറിയാൻ വേണ്ടി. എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാണിച്ചാൽ ഒരു ദിവസം തള്ളി നീക്കാൻ പറ്റും. ഇത് നമ്മുടെ മൂട്ടിക്കായാണ് കേട്ടോ. എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഇത് നല്ല പുളിപ്പുള്ള സംഭവമാണ് കേട്ടോ. ഇതിന്റെ തോട് അച്ചാറൊക്കെ ഇടും. ഇത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നൊസ്റ്റാൾജിയ. അയ്യോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ നിഘണ്ടുവായ ഓർത്തോസ് മലബാറിക്കസ് ആണ് കേട്ടോ ഈ ഒരു കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്, അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നമ്മുടെ സാർമാരിയ്ക്കുന്ന കണ്ടില്ലേ, അതിന്റെ പിറകിൽ വേറൊരാളും കൂടി ഇരിപ്പുണ്ട്. അതാണ് ഇട്ടി അച്യുതൻ. അത് ഈ ഓർത്തോസ് മലബാറിക്കസിന്റെ കർത്താവാണ് കേട്ടോ. പിന്നെ എവിടെ പോയാലും ഫോട്ടോഷൂട്ട് മുഖ്യം ബിഗില എന്നുള്ളത് കൊണ്ട് അതിനൊരു കുറവുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ദേ വളവിലൊരു താത്താടെ കട. അങ്ങനെ താത്താടെ കടയിൽ നിന്ന് നമ്മൾ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് അവിടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ. പിന്നെ നിന്നാൽ വീണ്ടും നനഞ്ഞു കുതിർക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും വീണ്ടും തകർത്ത് മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബസ്സിൽ കയറി വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.